ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നമ്മുടെ ചില പ്രമുഖ മാപ്രകളുടെ കോമാളിത്തരങ്ങൾ, അതും വളരെ സീനിയർ ആയിട്ടുള്ള മാപ്രകളുടെ കോമാളിത്തരങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ലെവലിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരാളാണ് ശ്രീകണ്ഠൻ നായർ. 24 ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പെടാപ്പാട് പെടുകയാണ്. എങ്ങനെ ഒന്ന് ചവിട്ടി നിൽക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ചർച്ച, ഒരു സംവാദ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതൊന്നും അല്ലാതെ മോർണിംഗ് ഷോ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു ചായക്കപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് നാട്ടുകാരുടെ കമൻറ്റ് വായിച്ച് അതിന് മറുപടിയൊക്കെ കൊടുത്ത് അതിൽ വാർത്തയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടി. ഇതിലൊക്കെയാണ് അങ്ങേര് പിടിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ടറിലുമുണ്ട് ചായക്കപ്പ് പിടിച്ച ഒരു പരിപാടി. അതിൽ ചായയും ഒന്നും കാണില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ചർച്ചയായി. ശ്രീകണ്ഠൻ നായർ ഒരു കപ്പും കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആളുകൾ 2-3 പേര് കമൻറ്റ് ചെയ്തു, അത്ര റമദാൻ കാലത്ത്, നോമ്പ് കാലത്ത് ചായക്കപ്പ് ഒന്ന് ഒഴിവാക്കി കൂടെ. അപ്പോൾ ചോദിച്ച ഉടനെ ഞാനതങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇങ്ങേര് പറഞ്ഞു. ഇത്രയും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, ജേർണലിസം കഴിഞ്ഞ മാസം പാസ്സായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവരുടെ ഒരു പക്വതക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അവരത് ചെയ്തതാണെന്ന് പറയാം. ഇങ്ങേർക്ക് വിവരമില്ലേ? ടെലിവിഷനിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു കപ്പ് ഇരുന്നു എന്ന് കരുതി നോമ്പിന് മങ്ങലേൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം കേരളത്തിലുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം നോമ്പെടുക്കുന്നവരാണോ? അവരാരും ചായക്കപ്പ് കണ്ടിട്ടില്ലേ? ചായ കുടിക്കുന്നില്ലേ? ഓരോരുത്തരും അപ്പോൾ എന്തൊക്കെ വിധത്തിലുള്ള കമൻറ്റുകൾ ഇടും. എത്ര പച്ച തെറി വിളിച്ചുകൊണ്ട് എന്തുമാത്രം കമൻറ്റുകൾ വരുന്നു നിങ്ങളുടെ ലൈവിൽ. അതിനൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കാറുണ്ടോ? വളരെ സെലക്ട് ചെയ്തല്ലേ നിങ്ങൾ കമൻറ്റുകൾ വായിക്കുന്നത്. അതിനിടയ്ക്ക് ഇത്തരം കമൻറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതല്ലേ? അപ്പം മനഃപൂർവ്വം നിങ്ങൾ അതിൽ ചാടി പിടിച്ചു. അതിൽ ചാടി പിടിച്ചത് 2-3 ദിവസം വാർത്തകളിൽ ഇങ്ങനെ ഇടം നേടണം, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ യുദ്ധസമയത്തൊക്കെ എന്തൊക്കെയാണ് പേടിപ്പിക്കുകയാണ് മനുഷ്യരെ. അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തുമാത്രം മലയാളികളാണുള്ളത്. അവരുടെയൊക്കെ കുടുംബങ്ങൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം മിസൈൽ വീഴുന്നു, അവിടെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നു, അത് ഇത് മറ്റോ മറിച്ച് പേടിപ്പിക്കുകയാണ്. യുദ്ധം നേരിട്ട് കാണുന്നവർക്കുണ്ടാകുന്നതിനേക്കാളും മാനസിക ഭീതി ഇവിടെ ഇരുന്ന് വാർത്ത കാണുന്നവരിൽ ഉണ്ടാകുകയാണ്. അതിന് പ്രധാന കാരണം ഈ വാർത്താ അവതാരകരുടെ ആ വെപ്രാളം പിടിച്ച വാർത്താവതരണ രീതി. കുറേ സൈറൺ മുഴക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടറിലുണ്ട്. ഇത് ഈ ഹിന്ദി ചാനലുകളെയൊക്കെ അനുകരിക്കുന്നതാണ്. ആംബുലൻസ് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സൗണ്ടായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. നമുക്കുള്ളിൽ ഒരു വെപ്രാളം ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ്. തീർത്തും അതൊരു നെഗറ്റീവ് വൈബേ ഉണ്ടാക്കുകയുള്ളൂ. അത് ആ ശബ്ദം എങ്ങനെ ക്രമീകരിക്കണമെന്നൊന്നും ഒരു പിടിയില്ല. കിട്ടിയത് വെച്ചങ്ങ് കാച്ചിക്കോളുകയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പേടിപ്പിക്കലുകളും ഒരുപാട് ഗൾഫുകാർ മലയാളികളൊക്കെ വീഡിയോ ഇറക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല, മാപ്രകൾ വേറെ എന്തെങ്കിലും വാർത്തകൾ നോക്ക്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യ്, വെറുതെ മുതലെടുപ്പ് നടത്താതെ. ഈ ഒരു സീസണൊക്കെ എങ്ങനെ മുതലെടുക്കാം എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചിന്തിക്കുന്നത്. അതിലും മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ സ്ഥിതി വഷളാക്കുന്നത്. ഏതൊരു വാർത്തയും വഷളാക്കി ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന കാര്യത്തിൽ മലയാള മാപ്രകളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഈ യുദ്ധത്തിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയും ഇറക്കി. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഭയങ്കര കർശന നിയമങ്ങളാണ്. നമ്മൾ ഈ വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച അകത്ത് കിടക്കേണ്ടി വരും, അവർ നാട് കടത്തും, വിസ റദ്ദാക്കും, പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ പിന്നെ എന്തു ആകാമല്ലോ, മാക്സിമം പോയാൽ എന്താ ശിക്ഷ കിട്ടുക? അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. ഓൺലൈൻ ചാനലുകളൊക്കെ നെതന്യാഹുവും ട്രംപും ഒക്കെ അറിയുന്നതിന് മുമ്പ്, ഇറാനൊക്കെ അറിയുന്നതിന് മുമ്പ് അവിടെ നിന്ന് മിസൈൽ വിട്ട് കഴിയും. ആളുകൾ അവിടെയുള്ള മനുഷ്യർ അറിയുന്നതിന് മുമ്പ് ഓരോരുത്തരെയും കൊന്നിരിക്കും, അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരും നടത്തുന്നത്. ഇതൊക്കെ കാണാൻ മനുഷ്യരുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, സാധാരണക്കാരോടാണ് പറയുന്നത്. യുദ്ധം പോലെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു, മിനിറ്റിന് ഇവിടെ ഇരുന്ന് വാർത്ത ചെയ്യുന്ന ഓൺലൈൻ ചാനലുകളുണ്ട്. അവർക്കൊന്നും ഒരു സംഭവം കിട്ടിയിട്ടല്ല. മറ്റ് ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ, ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളം ഏതെങ്കിലും ഒരു അംഗീകൃത വാർത്താ ചാനലിൽ നിന്ന് കിട്ടുന്ന വാർത്തയുടെ ഒരറ്റം എടുത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലേ? ഇവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ കിട്ടും ഇങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ? വളരെ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അവരാശങ്കയിൽ, ഇവർ കണ്ണീരിൽ, മറ്റവരിപ്പോൾ വിടും, മറ്റവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. വെറുതെയാണ്. എല്ലാ സമയത്തും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൺലൈൻ വാർത്താ ചാനലുകാരോടും കൂടെയാണ് പറയുന്നത്. ചില സമയത്ത് നിശബ്ദരായിട്ടിരിക്കേണ്ട വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കണം.
നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു വിഷയം, നമുക്ക് കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്, ആ സംഭവത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ ഇറാനിലും ഇസ്രായേലിലും അവിടെ എവിടെ നടക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ചുമ്മാ അങ്ങ് വെടി പൊട്ടിച്ചോളുക. അവിടെ പൊട്ടുന്നതിനേക്കാൾ കൂടുതൽ വെടി ഇവിടെയാണ് പൊട്ടിക്കുന്നത്. കഷ്ടം തന്നെ. മറ്റൊരു കാര്യം, ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു മെയിൽ വഴി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സൂചിപ്പിച്ച ഒരു വിഷയം കൂടിയാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തെ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ മാധ്യമപ്രവർത്തകർ അവരോട് മോശമായിട്ട് അല്ലെങ്കിൽ അവസരത്തിന് അനുയോജ്യമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനെക്കുറിച്ചും അനവസരത്തിലുള്ള ഫോട്ടോ എടുപ്പിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരാൾ ഇപ്പോൾ കണ്ണുനീരോടെ അവരുടെ ദുരിതമൊക്കെ പറയുകയാണ്. ഇപ്പോൾ ചികിത്സാ പിഴവ് സംഭവിച്ച കത്രിക വയറ്റിൽ കുടുങ്ങിയ സ്ത്രീ ഉദാഹരണത്തിന് പറയാണ്, അവർ വാവിട്ട് നിലവിളിക്കുകയാണ്. ഇപ്പോൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് അവരോട് ചോദിക്കുന്നത്, ഒരു റിപ്പോർട്ടറാണ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ നേരെ അങ്ങ് വാർത്തയും കഴിഞ്ഞെങ്കിൽ തിരിഞ്ഞു നിൽക്കാതെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. അവരനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അതിനുള്ളൊരു ശ്രമം നടത്താം. അവരേത് വൈകാരികതയിലാണോ സംസാരിക്കുന്നത് അത് അല്പനിമിഷം ചിലപ്പോൾ ഒരു മൗനമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ആശ്വസിപ്പിക്കൽ, ഒന്ന് തോളിൽ തട്ടുന്നതായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാം. അല്ലെ, വനിതകളാണെങ്കിൽ വനിതകളെയും, പുരുഷന്മാരാണെങ്കിൽ പുരുഷ റിപ്പോർട്ടർമാരാണെങ്കിൽ അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നതും അതൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസം പകരുന്നതായിരിക്കും. എല്ലാ വിവരങ്ങളും വായിൽ കോലിട്ട് ആ പാവങ്ങളോട് ഏതവസരത്തിലാണെങ്കിലും ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നേരെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അത് ഒട്ടും ചേരാത്ത ഒരു കാര്യമാണ്. അതിലെന്തോ ഒരു ബുദ്ധിമുട്ട് കാണുന്ന നമുക്കും ഉണ്ടാകുന്നുണ്ട്. അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ സംസാരിക്കുന്ന വ്യക്തികളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് അവർ ആഗ്രഹിക്കും ഒന്ന് ആശ്വസിപ്പിച്ചെങ്കിൽ, ഒരു വാക്ക്, നല്ല വാക്ക് പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് ഫീൽഡിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ് കുറച്ചുകൂടി മനസാക്ഷി കാണിക്കണം. പിന്നെ പറഞ്ഞു വന്ന ശ്രീകണ്ഠൻ നായരുടെ കാര്യമാണ്. എൻ്റെ പൊന്ന് ശ്രീകണ്ഠൻ നായരെ, നോമ്പുകാലം ഒന്നും നോക്കിയിട്ടല്ല ഇവിടെ ഇപ്പം യുദ്ധമൊന്നും നടക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഒരു കപ്പ് ചായ പിടിച്ച് തൂങ്ങുന്നത്. ഇങ്ങനെ ഇത്രയങ്ങ് ചെറുതാകരുത്. നിങ്ങൾ വല്ലാതെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കമൻറ്റ് നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വായിൽ അറിയാതെ വന്നു പോയാലും ഞാനിപ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചെന്ന് കരുതി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കപ്പ് ഇരിക്കുന്നതെന്ന് കണ്ട് നമ്മുടെ മലയാളികളിൽ ആരുടെ നോമ്പാണ് മുറിയാൻ പോകുന്നത്, ആർക്കാ മങ്ങലേക്കാൻ പോകുന്നത്? ഒരു വിശ്വാസിയും ഒരു കാരണവശാലും അങ്ങനെ സംസാരിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ മണ്ഡലകാലം വരുമ്പം കറുപ്പ് കൊടുത്തോണ്ട് മാല ഇട്ടുകൊണ്ട് ശ്രീകണ്ഠൻ നായർ സംസാരിക്കേണ്ടി വരുമല്ലോ. കുരിശുമല തീർത്ഥാടനത്തിൻ്റെ സമയത്ത് ഈ പറയുന്നത് പോലെ കുരിശു എന്തിക്കൊണ്ട് പോവോ? ഈ വ്രതം, നോമ്പ്, ഉപവാസം എന്നൊക്കെ പറയുന്നത് പലരും പല സമയത്തും എടുക്കാറുള്ളതാണ്. അവരെല്ലാം പരിഗണിച്ച് നിങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ നിൽക്കുന്നു, നിങ്ങൾ പല അഭ്യാസങ്ങളും കാണിക്കും, നിങ്ങൾ നാട്ടുകാരെ പിടിച്ചിരുത്താൻ വേണ്ടി കാണിക്കും. രാവിലെയാണ് സമയം, ഇത് വെളുപ്പാൻകാലമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്താണെന്നറിയില്ല കയ്യിൽ ഒരു കപ്പും കൊണ്ട് നിൽക്കുന്നത്. അതേ ഭയങ്കര വെറുപ്പീരാണ്, മഹാബോറാണ്. അത് ഒഴിവാക്കിയാൽ കൊള്ളാം, പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ കമൻറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വെടലത്തരം കാണിച്ച് വിവരദോഷം കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി ഞങ്ങളിവിടെ 24 ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നടത്തിക്കോളും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിന് കിട്ടത്തില്ല. ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. ഇപ്പോഴും ഇങ്ങനത്തുള്ള തിരുമണ്ടത്തരങ്ങളൊക്കെ ഇവന്മാർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നേ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്, ഒരു വാർത്ത കാണാൻ സമയത്ത് അല്ലെങ്കിൽ ഒരു വാർത്തയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എവിടെ കാണണം, ആരുടേത് കേൾക്കണം, അത് ശരിയായിരിക്കുമോ, ഇത് എന്തെങ്കിലും കൃത്യതയുള്ളതാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സമയം ആ വീഡിയോ കാണുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.